ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഹെസനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് 29-ാം തീയതി ബുധനാഴ്ചയാണ് ഓളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഞാൻ 28-ാം തീയതി ഒരു ഡേ ആണ് ഇടേണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ ഒരു ഉഷാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം നാളത്തത് എന്താവും എന്നുള്ള ആകെ ഒരു ടെൻഷനാണ്. കാരണം ഡോക്ടർ നമ്മളോട് പറഞ്ഞത് നാളെ പോയിട്ട് ഒക്കെ നാളെ ബുധനാഴ്ചൻ്റെ അന്നാണ് ഓരോ ഒ പി ദിവസം. പക്ഷേ ഓരോ OT ഡേ വരുന്നത് മൺഡേ ആണ്. നാളെ പോയിട്ട് അത്രയും ദിവസം അവിടെ അഡ്മിറ്റായി കിടക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനാണ് ഫസ്റ്റത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും, കമ്പി ഊരാൻ പറ്റുമോ, പ്ലാസ്റ്റർ ഇടോ എന്താണെന്ന് ഒരു കൺഫേം ആയിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. കമ്പി ഊരി നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കും, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഓളെ എണീറ്റ് ഓള് ഫ്രഷായി ഓക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. പിന്നാണെങ്കിൽ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വന്നിട്ട് ബുധനാഴ്ച വന്നിട്ട് അനസ്തേഷ്യൻ്റെ ഒക്കെ ഡോക്ടറെ കാണിച്ച് ഫിറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പോവാം, എന്നിട്ട് പിന്നെ സൺഡേ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അനസ്തേഷ്യൻ്റെ ഡോക്ടർ ആ ഒരു ടൈം ആകുമ്പോഴേക്കും കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ അന്ന് അഡ്മിറ്റ് ആവേണ്ടി വരും. എന്നിട്ട് വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല. കാരണം ശനിയാഴ്ച ഒരു ദിവസമല്ലേ, വ്യാഴാഴ്ച അന്ന് ഡിസ്ചാർജ് ആയി വരാണെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ല, ഞായറാഴ്ച പോയാൽ മതിയല്ലോ, ആ ഒരു സമാധാനത്തിലാണ്. പക്ഷേ കാണിക്കാൻ അനസ്തേഷ്യൻ്റെ അന്ന് തന്നെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് അതും അറിയില്ല. അപ്പോൾ എല്ലാം കൂടി ആകെ ഒരു ടെൻഷനുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ബിസി ആയിരുന്നാൽ നമുക്ക് കുറേ ടെൻഷനൊക്കെ ഒഴിവാകുമെന്ന് പറയുമല്ലോ. ഇന്നത്തെ കാര്യത്തിൽ അത് സത്യമാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നു കേട്ടോ. അവിടെയൊക്കെ ഒരു വൈറ്റ് പൊടിയൊക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു കെയറും ഉണ്ടാവില്ല. ഇത് തോന്നുമ്പം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫ്രിഡ്ജിൽ ചെമ്മീൻ കുറച്ച് ഇരിപ്പുണ്ട്, കുറച്ച് ചിക്കനും ഉണ്ട്. ചിക്കന് പിന്നെയും കുഴപ്പമുണ്ടാവില്ല വിചാരിക്കണം. പക്ഷേ ചെമ്മീൻ അങ്ങനെ കുറേ ദിവസമൊന്നും ഫ്രീസറിൽ വെക്കാൻ കഴിയില്ലല്ലോ. ഇതിപ്പം 2 ദിവസം മുന്നേ എൻ്റെ എളേച്ചിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെമ്മീനേനു കേട്ടോ. അപ്പോൾ അത് ഇനിയും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അതൊന്നിനും കൊള്ളില്ല. വിചാരിച്ചു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നല്ല രാത്രിയിൽ ഹോസ്പിറ്റലിൽ പോവാതെ. അങ്ങനെ ബിരിയാണിക്ക് ഞാൻ ചെമ്മീൻ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് മസാല തേച്ച് വെച്ചിട്ടു. ആ ചെമ്മീൻ തന്നെ കുറേ ചെമ്മീൻ ഉണ്ടേനു കേട്ടോ. ആ ചെമ്മീൻ ഇന്നലെ ഫുള്ളായിട്ട് ഇളച്ച് ക്ലീൻ ചെയ്ത് വെച്ചു. ഞാൻ കുറച്ച് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ചിട്ട് ബാക്കി കുറച്ചെടുത്തിട്ട് ഇന്നലെ കറി ആക്കിയിട്ടുണ്ടേനു. അങ്ങനെ ബാക്കി എടുത്തിട്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ സെയിം പാനിൽ തന്നെ ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ജസ്റ്റ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി അങ്ങനത്തെ ആ ഒരു നോർമൽ ബിരിയാണി പോലെ തന്നെ കേട്ടോ ചെമ്മീൻ ബിരിയാണിയും. പിന്നെ ഉള്ളിയൊക്കെ ഞാൻ നല്ല പോലെ വാട്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലക്ക്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഏത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് അങ്ങനെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നതിനെ കൊണ്ട് ആ ഒരു ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമല്ലോ. അല്ലാതെ ഞാൻ എക്സ്ട്രാ പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കില്ല. ജസ്റ്റ് ഗരം മസാല ചേർക്കും. വേണമെങ്കിൽ കുറച്ച് നമ്മളെ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചേർത്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാല ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ തൈരും നാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ.
ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് എൻ്റെ ഇളേച്ചി ഫുൾ ക്ലീനിങ് ചെയ്യുന്നുണ്ടേനു കേട്ടോ. കാര്യം ഇനിയിപ്പം വീടൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര പണി ഉണ്ടാവില്ല. മറ്റേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ വീടാകെ വൃത്തികേടായിരുന്നാൽ അതിനേക്കാളും വലിയ ടെൻഷനായിരിക്കും. ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ കുറച്ച് ടെൻഷൻ, ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ക്ഷീണമൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം പിന്നെ മെഡിക്കൽ കോളേജും കൂടിയല്ലേ, ഇവിടുത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ അറിയാവുന്നവർക്കറിയാം. ഓടി നടക്കേണ്ടി വരും. ഓരോ കാര്യങ്ങളും ഓരോ തലക്കലായിരിക്കും, ഒരു ബന്ധമില്ലാത്ത പോലെ ആയിരിക്കും, അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ കുറച്ച് ഓടി നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ക്ലീനിങ്ങും അതും എല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ എടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചത്, അതൊക്കെ എടുത്ത് ഒഴിവാക്കി ഫുൾ ക്ലീൻ ആക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ വന്നാൽ പിന്നെ ഡബിൾ പണിയായിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നെയ്ച്ചോറും കൂടി ആക്കി ബിരിയാണി ദമ്മിട്ടു. ഞാൻ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ മുകളിലിടാനും നിന്നില്ല കേട്ടോ, നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു എനർജീൻ്റെ പുറത്താട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ചെമ്മീൻ വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഇന്നലെ ഓൾറെഡി കറി ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നും കറി ഉണ്ടാക്കിയാൽ വലിയൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ടു. കൊലായിലേക്ക് വന്നപ്പോൾ അവിടെ ഒരാൾ സെൽഫി എടുക്കണം. അവൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനത്തിൻ്റെ മൂടി കിട്ടോ, അതും വെച്ചിട്ട് സെൽഫി എടുത്തിട്ട് പിന്നെ കുറേ നായിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കളിക്കാണ്. നമുക്ക് പിന്നെ ഇവിടെ എപ്പോഴും ഗേറ്റിൻ്റെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ടാവും കേട്ടോ. ഇവരെപ്പോഴും ഉണ്ടാവും, ഒരു 3-4 നായ്ക്കളുണ്ടാവും ഈ ഗേറ്റിൻ്റെ പുറത്ത് എപ്പോഴും. പക്ഷെ നമ്മളങ്ങനെ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ആട്ടിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ അങ്ങനെ അടുത്തേക്ക് അങ്ങനൊന്നും വരുത്തൊന്നുമില്ല. ഇനി എന്തോ അറിയില്ല, ഇതുവരെ അമ്മക്കാർക്കും കുഴപ്പമൊന്നുമില്ല മാഷാഅല്ലാ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്ന് നല്ലൊരു കുളിയൊക്കെ കുളിച്ചിട്ടോ. അങ്ങനെ കുളിച്ച് വന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം സോഫയിൽ അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ടോ അവിടെ 2 ആൾക്കാർ നല്ല അടി ഉണ്ടാക്കാണ് കേട്ടോ. ഇസാന് ചവിട്ടലും ജമാൻ കരയിലും ഒക്കെ ആയിട്ട് ഒരു കഥയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇളച്ചി ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ബാഗ് നല്ല അടിപൊളി ബാഗാണ്. മീഷോന്നും ഇതൊന്ന് 400ൻ്റെ ഉള്ളിലാണ്, 350 to 400 അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടിപൊളി ബാഗാട്ടോ, നല്ല ക്വാളിറ്റി തന്നെയാണ് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു നല്ല ആ ഒരു ഗോൾഡൻ ഒക്കെ വന്നിട്ട് സിബൊക്കെ ആ ഒരു ഗോൾഡൻ്റെ ഇതിൽ വന്നിട്ട് നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ബാഗായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കുറച്ച് നേരം ബാഗിൻ്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന്. അപ്പം ഈ ഒരു ബാഗിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ബാഗ് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സില്ല, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ക്രീം കളറുണ്ട്, പിന്നെ ഈ ഒരു ബീച്ച് കളറ്, പിന്നെ ഒരു റെഡും ഉണ്ട്. റെഡ് കാണാൻ കുറച്ചുകൂടി നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഈ ബീജും ഡ്രസ്സുണ്ട്, പക്ഷേ എനിക്കിങ്ങനത്തെ ആ ഒരു എന്താ പറയുക റെഡ് പിന്നെ ഗ്രീന് അങ്ങനത്തെ കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് അങ്ങനെ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ ലൈറ്റ് കളേഴ്സും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതലും എനിക്ക് അങ്ങനത്തെ ഒരു കളേഴ്സിനോടാണ് ഇഷ്ടം. അപ്പം വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അങ്ങനെ പോണതിന് മുന്നേ എൻ്റെ ഇസാനിക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇസാനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് സോപ്പിടാം കേട്ടോ. കാരണം ഇവന് ഞാനില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ കുറച്ച് മടിയാണ്, ഞാനുണ്ടെങ്കിലേ എനിക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ട് എനിക്ക് ബ്രൗണി ഉണ്ടാക്കി തരാം, അത് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് അങ്ങനെ ഓനക്കിന്ന് ബ്രൗണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുട്ടോ. നാളെ സ്കൂളിൽ സ്നാക്സിന് പോകുമ്പോൾ ബ്രൗണിയൊക്കെ എടുത്തു വെക്കാമെന്നൊക്കെ പറഞ്ഞതേനു. പക്ഷേ നമ്മളെ കാര്യമല്ലേ, ഈ ബ്രൗണി അപ്പം തന്നെ തീർത്തിട്ടോ. പിന്നെ പിറ്റേ ദിവസത്തേക്കും നമ്മൾ ബാക്കി വെച്ചില്ല, അന്ന് തന്നെ ആ ബ്രൗണി തീർത്തു. കാരണം ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് ബ്രൗണി. അപ്പോൾ പിന്നെ അത് മാറ്റി വെക്കാൻ കഴിഞ്ഞില്ല. ഞാനിത് ഉണ്ടാക്കിയിട്ട് 2 പീസ് എനിക്ക് നാളെ സ്കൂളിൽ പോകുമ്പം സ്നാക്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. നാളെ അവന് വീട്ടിൽ നിന്നായിരിക്കും കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും സ്കൂളിൽ പോകാം. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു 6 മണി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ നേരത്തെ ഡോക്ടറെ കാണിച്ച് അനസ്തേഷ്യനെ ഡോക്ടറൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ബ്രൗണി ഒരൊറ്റ പീസ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടേനു. അങ്ങനെ ബ്രൗണിയൊക്കെ കഴിച്ച് ഇനി നൈറ്റ് ഈ സെയിം ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്നത് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻ്റായിട്ട് ഇടാൻ നോക്കാം കേട്ടോ.